1980കളുടെ അവസാനത്തോടെയാണ് കൊച്ചിയിൽ പുതിയൊരു വിമാനത്താവളം വേണമെന്ന ആവശ്യം ശക്തമാവുന്നത്. കൊച്ചിയിൽ അന്ന് വെല്ലിംഗ്ടൺ ദ്വീപിൽ നാവികസേനയുടെ വിമാനത്താവളം പ്രവർത്തിച്ചിരുന്നെങ്കിലും വലിയ വിമാനങ്ങൾക്കിറങ്ങാനുള്ള സൗകര്യമുണ്ടായിരുന്നില്ല. അതിനാൽ ഈ വിമാനത്താവളത്തിന്റെ റൺവേ വിപുലീകരിക്കാനായിരുന്നു ആദ്യത്തെ പദ്ധതി. നാവികസേനയുടെ വിമാനത്താവള റൺവേ വലുതാക്കാൻ 80 കോടിയായിരുന്നു അന്ന് കണക്കുകൂട്ടിയ ചെലവ്. എന്നാൽ റൺവേ വിപുലീകരിക്കാൻ നാവികസേനയോ പോർട്ട് ട്രസ്റ്റോ കേന്ദ്ര സർക്കാരോ അനുകൂല പ്രതികരണം കാണിച്ചില്ല. തുടർന്നാണ് പുതിയ വിമാനത്താവളം എന്ന സാധ്യത മുന്നോട്ടുവച്ചത്. പുതിയ വിമാനത്താവളം എന്ന നിർദ്ദേശത്തിന്മേൽ സർക്കാർ തലത്തിൽ നിരവധി ചർച്ചകൾ നടന്നു. തുടർന്ന് സാധ്യതാ പഠനം പൂർത്തിയാക്കി. ആദ്യഘട്ടത്തിൽ എടക്കാട്ടുവേൽ, കളമശ്ശേരി, ചേർത്തല ഉൾപ്പെടെ 8 സ്ഥലങ്ങളാണ് വിമാനത്താവളത്തിന് വേണ്ടി കണ്ടെത്തിയത്. എന്നാൽ സ്ഥലം പരിശോധിക്കാനെത്തിയ നാഷണൽ എയർപോർട്ട് അതോറിറ്റിക്ക് ഈ സ്ഥലങ്ങൾ തൃപ്തികരമല്ലായിരുന്നു. തുടർന്ന് സ്ഥലത്തിനായി വീണ്ടും തിരച്ചിൽ നടത്തുകയും അന്വേഷണം ഒടുവിൽ നെടുമ്പാശ്ശേരിയിലേക്കെത്തുകയും ചെയ്തു. റോഡ് കണക്ടിവിറ്റി മികച്ചതായതിനാൽ നെടുമ്പാശ്ശേരി തന്നെ വിമാനത്താവളത്തിനുള്ള സ്ഥലമായി തീർച്ചപ്പെടുത്തുകയായിരുന്നു. കേരളത്തിലെ പ്രധാന വ്യവസായ ഹബ്ബായി വളരാൻ തുടങ്ങുന്ന കൊച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രമാണ് നെടുമ്പാശ്ശേരിയിലേക്കുള്ള ദൂരം. 80 കോടി രൂപയായിരുന്നു നാവികസേന വിമാനത്താവളത്തിന്റെ വിപുലീകരണത്തിനായി കണക്കാക്കിയതെങ്കിൽ പുതിയ വിമാനത്താവളത്തിന്റെ എസ്റ്റിമേറ്റ് തുക 200 കോടി രൂപയായിരുന്നു. വിദേശ മലയാളികളെയും വിമാനത്താവളം ഉപയോഗിക്കുന്നവരെയും സർക്കാരിനെയും മുന്നിൽ കണ്ടായിരുന്നു ആസൂത്രണം മുഴുവനും. അങ്ങനെ 1994 മാർച്ച് 30 സിയാൽ സൊസൈറ്റി ആയി രജിസ്റ്റർ ചെയ്ത് അവർ വലിയൊരു സ്വപ്നത്തിന് വേണ്ടിയുള്ള സ്വരുക്കൂട്ടൽ ആരംഭിച്ചു. പിന്നീട് വിമാനത്താവളത്തിന് വേണ്ടി പണം സമാഹരിക്കാൻ നിരവധി ക്യാമ്പയിനുകൾക്കും തുടക്കം കുറിച്ചു. കേരളത്തിനകത്തും വിദേശത്തും ഗൾഫ് രാജ്യങ്ങളിലും കമ്മിറ്റികൾ രൂപീകരിച്ചു. വിദേശ മലയാളികളെ വിമാനത്താവള പദ്ധതിയിലേക്ക് നിക്ഷേപിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. പണം കണ്ടെത്താൻ പല വഴികൾ നടത്തിയെങ്കിലും പ്രതീക്ഷിച്ച തുകയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. കാരണം കൊച്ചിയിലൊരു വിമാനത്താവളം വരുമെന്ന് അന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ അധികം വൈകാതെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു 1994 ഓഗസ്റ്റ് 21 വിമാനത്താവളത്തിന് വേണ്ടി തറക്കല്ലിട്ടു. പിന്നീട് സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉയർന്നുവന്നു. നിശ്ചയദാർഢ്യമോ ഭാഗ്യമോ എന്നറിയില്ലെങ്കിലും ഒരു പാലം പണിയാൻ പോലും 10-15 വർഷങ്ങളെടുക്കുന്ന നാട്ടിൽ വെറും 5 കൊല്ലം കൊണ്ട് ഒരു വിമാനത്താവളം ഉയർന്നു. പറഞ്ഞ വാക്ക് പാലിച്ച് 1999 മെയ് 25 രാഷ്ട്രപതി KR നാരായണൻ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. ജൂൺ 10 വിമാനത്താവളത്തിലേക്ക് ആദ്യത്തെ വിമാനമിറങ്ങി. തുടർന്ന് ജൂലൈ ആദ്യവാരത്തോടെ നാവിക വിമാനത്താവളത്തിൽ നിന്നുള്ള മുഴുവൻ വാണിജ്യ സർവീസുകളും നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റി. അങ്ങനെ നെടുമ്പാശ്ശേരിയിലൂടെ കേരളത്തിന്റെ ആകാശം കൂടുതൽ വിശാലമായി. സിയാൽ എന്ന പേര് ഇന്ന് ഒരു വിമാനത്താവള കമ്പനി മാത്രമല്ല, പകരം വയ്ക്കാനില്ലാത്ത ഒരു മോഡൽ കൂടിയാണ്. ഒരിക്കലും നടക്കില്ലെന്ന് എല്ലാവരും എഴുതിത്തള്ളിയ ഒരു സ്വപ്നത്തിന് എങ്ങനെ ചിറക് നൽകാമെന്ന് ലോകത്തിന് കാണിച്ചു തരികയായിരുന്നു സിയാൽ. നെടുമ്പാശ്ശേരിയിൽ 1300 ഏക്കറിലായി പ്രവർത്തിക്കുന്ന വിമാനത്താവളത്തെ ആശ്രയിക്കുന്നത് പ്രതിവർഷം 1 കോടിയിലേറെ യാത്രക്കാരാണ്. വെറും 20,000 രൂപയിൽ പണിതുടങ്ങിയ വിമാനത്താവളം ഇന്ന് പ്രതിവർഷം 100 കോടിക്ക് മേൽ ലാഭമുണ്ടാക്കുന്ന കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ്. രാജ്യത്തെ ആദ്യത്തെ പൊതുജന പങ്കാളിത്ത വിമാനത്താവളമാണ് ഇത്. നിലവിൽ 15 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള രാജ്യാന്തര ടെർമിനൽ, 6 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആഭ്യന്തര ടെർമിനൽ, ബിസിനസ് ജെറ്റ് വിമാനങ്ങൾക്കായി പ്രത്യേക ജെറ്റ് ടെർമിനൽ, 35,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രത്യേക VIP ലോഞ്ച്, വിദേശാഭ്യന്തര കാർഗോ കൈകാര്യം ചെയ്യുന്നതിനായി കാർഗോ ടെർമിനലുകൾ എന്നിവയും നെടുമ്പാശ്ശേരിയിലുണ്ട്. 25ലേറെ കമ്പനികൾ 31 രാജ്യങ്ങളിലേക്കാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് സർവീസുകൾ നടത്തുന്നത്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളമെന്ന പെരുമ കൊച്ചി വിമാനത്താവളത്തിന് സ്വന്തമാണ്. 2013 സിയാലിൽ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ചു തുടങ്ങിയത്.
2015 ഓഗസ്റ്റ് 18-നാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമായി സിയാൽ മാറിയത്. ഇന്ന് വിമാനത്താവളത്തിന്റെ ഊർജ്ജാവശ്യങ്ങൾ മുഴുവനും നിർവഹിക്കാനുള്ള വൈദ്യുതി സൗരോർജ്ജത്തിൽ നിന്ന് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 45 ഏക്കറിലായാണ് സോളാർ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. KCB കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് സിയാൽ ആണ്. ഇവിടെയുള്ള എയർ ട്രാഫിക് കൺട്രോൾ ടവറിന് 60 മീറ്റർ ഉയരമുണ്ട്. 7800 മീറ്റർ ഉയരത്തിൽ താഴെയുള്ള വിമാനങ്ങളെ നിയന്ത്രിക്കുന്നത് കൊച്ചിൻ എഡിസിയാണ്. ദുർഘടമായ കാലാവസ്ഥയിലും റൺവേയുടെ ഇരുവശത്തുനിന്നും വിമാനങ്ങൾ ഇറങ്ങാൻ കഴിയുന്ന ദൂരപരിധി അളക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന 2 ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സംവിധാനങ്ങൾ വിമാനത്താവളത്തിലുണ്ട്. മെട്രോകളിൽ വിമാനത്താവളത്തിന് പുറമെ ഇത്തരമൊരു സൗകര്യമുള്ള രാജ്യത്തെ ഏക വിമാനത്താവളമാണ് സിയാൽ. കൂടാതെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു അഡ്വാൻസ്ഡ് എയർപോർട്ട് നിരീക്ഷണ റഡാറും മോണോപൾസ് സെക്കൻഡറി നിരീക്ഷണ റഡാറും സ്ഥാപിച്ചിട്ടുണ്ട്. റൺവേയിലും പാർക്കിംഗ് ബേകളിലും ഫ്ലൈറ്റുകളുടെ ഫലപ്രദമായ നിരീക്ഷണത്തിനായി ഉപരിതല റഡാറും സ്ഥാപിച്ചിരിക്കുന്നു. ഇന്ത്യൻ നാവികസേന കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൽ നേവൽ എയർക്രാഫ്റ്റ് എൻക്ലേവ് സ്ഥാപിച്ചിരിക്കുന്നു. നേവൽ എയർക്രാഫ്റ്റ് എൻക്ലേവിൽ നാവികസേനയുടെ വലിയ വിമാനങ്ങൾക്കായുള്ള ഒരു ഹാങ്കർ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, ഒരു വിതരണ കേന്ദ്രം, 2 ബോയിംഗ് തരം വിമാനങ്ങൾ കൈവശം വയ്ക്കാൻ കഴിവുള്ള ഒരു ഏപ്രൺ, ഒരു ടാക്സി ട്രാക്ക് എന്നിവ ഉൾപ്പെടുന്നു. മുംബൈക്ക് ശേഷം ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് അനുബന്ധിച്ച് നാവികസേനയുടെ 2ാമത്തെ സൗകര്യമാണ് കൊച്ചി വിമാനത്താവളത്തിലെ നേവൽ എയർക്രാഫ്റ്റ് എൻക്ലേവ്. മലയാളികളുടെ സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം ചിറക് മുളപ്പിച്ച കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഇപ്പോൾ 25 വയസ്സാകുന്നു. ഈ വർഷം മാത്രം 1000 കോടിയുടെ വികസന പദ്ധതികളാണ് വിമാനത്താവളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. 425 കോടി രൂപ ചെലവ് കണക്കാക്കുന്ന രാജ്യാന്തര ടെർമിനലിന്റെ വിപുലീകരണം, പഞ്ചനക്ഷത്ര ഹോട്ടൽ, ട്രാൻസിറ്റ് ഹോട്ടൽ, രാജ്യാന്തര കാർഗോ ടെർമിനൽ, ഗോൾഫ് ടൂറിസം തുടങ്ങിയ വികസന പദ്ധതികളാണ് ഭാവിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വരാൻ പോകുന്നത്. ഈ വർഷം അവസാനത്തോടെ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ആകെ വിമാന സർവീസുകൾ 70,000 ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിന്റെ ചരിത്രം അതിന്റെ കരുത്തും നവീനതയും പ്രതിപാദിക്കുന്നു. പുനരാവിഷ്കാരത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും മാതൃകയായി നിലകൊണ്ട ഈ സൗകര്യം രാജ്യത്തിനും ലോകത്തിനും ഒരു പ്രചോദനമാണ്. വികസനത്തിനും ശാസ്ത്രീയ പ്രതിബദ്ധതയ്ക്കും മാർഗദർശകമായ കൊച്ചി വിമാനത്താവളത്തിന്റെ നേട്ടങ്ങൾ അവിസ്മരണീയമാണ്. ഭാവിയിലെ യാത്രകളുടെ ഒരു പാഠപുസ്തകമായിരിക്കും ഈ വിജയം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ.